എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ക്രിസ്മസ് കരോൾ വന്നിരുന്നത് ഡിസംബർ 24-ാം തീയതി ആയിരുന്നു. ഞാൻ കുറച്ചുകൂടെ വലുതായപ്പോൾ ക്രിസ്മസ് കരോൾ വരാൻ തുടങ്ങിയത് ഡിസംബർ 23-ാം തീയതി ആയി. എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ആളുകൾക്ക് പള്ളിയിൽ പോകണമല്ലോ. പക്ഷേ ഇത്തവണ വളരെ നേരത്തെ വന്നു, അതായത് ഡിസംബർ 21-ന്. എന്താണെന്ന് വെച്ചാൽ ആളുകൾക്കെല്ലാം ഭയങ്കര തിരക്കാണ്, അതായത് ജോലിക്ക് പോകണം, പിന്നെ കുട്ടികൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ 21-ാം തീയതി തന്നെ വന്നു. സംഭവം കൊള്ളാം, നല്ല കളറാണ്, നല്ല അടിച്ചോളി പാട്ടുകളുണ്ട്, കുട്ടികളുടെ ഡാൻസ് ഉണ്ട്, സാന്റയുടെ ഡാൻസ് ഉണ്ട്, എല്ലാം കൊള്ളാം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. എന്താ നമ്മുടെ കുഞ്ഞൻ സാന്റയുടെ അടുത്ത് പോയി വിഷ് ചെയ്യുന്നുണ്ട്, സാന്റയുടെ കയ്യിൽ നിന്ന് മിഠായൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് കരോള് ഇങ്ങനെ ആയിരുന്നില്ല. ഇത്ര അടിച്ചോളി പാട്ടുകളില്ല, ഇത്രയും കളർ ലൈറ്റുകളില്ല. പ്രധാനമായിട്ടൊരു സാന്റ ഉണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ കരോൾ പാട്ട് പാടി ഇങ്ങനെ കൂടെ വരുന്നുണ്ടാവും. കയ്യിലാകെ ഒരു തെളിയുന്ന നക്ഷത്രം ഉണ്ടാവും. ഇതായിരുന്നു കുഞ്ഞൂൻ്റെ ഒക്കെ പ്രായത്തിൽ എൻ്റെ ഓർമ്മയിലുള്ള ക്രിസ്മസ് കരോള്. കരോള് വരുന്ന ദിവസം രാവിലെ അച്ഛനും അമ്മയൊക്കെ പറയും, ഇന്നിങ്ങനെ രാത്രി കരോള് വരും, അപ്പം അത് കാണണമെങ്കിൽ ഉറങ്ങാതെ കാത്തിരിക്കണം എന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് ഞാനും എൻ്റെ അനിയനൊക്കെ ഉറങ്ങാതെ കാത്തിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊക്കെ കരോള് നേരത്തെ വരും, അതുകൊണ്ട് ഉറങ്ങാതെ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഒരു വൈബ് വേറെ, ഈ ഒരു വൈബ് വേറെ. നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്ത് ക്രിസ്മസ് കരോള് എങ്ങനെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ ഈ കാണുന്ന വ്യക്തിനെ ക്രിസ്മസ് കരോളിന് എനിക്ക് മുന്നേ പരിചയമില്ല. അതായത് ഇതുവരെ ഞാൻ കണ്ട ക്രിസ്മസ് കരോളുകളിൽ ഈ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. മേ ബി ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. കുഞ്ഞും കൂട്ടുകാരൊക്കെ ഫ്രണ്ടിൽ തന്നെ പോയിന്ന് ഇവരെ വിഷ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ കണ്ട ആ പഴയ ക്രിസ്മസ് കരോൾ എനിക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അടുത്തൊരു ട്രിപ്പ് ക്രിസ്മസ് കരോൾ നമ്മുടെ വീട്ടിൽ വന്നു. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് കരോൾ എന്തായാലും വന്നിട്ടുണ്ടാവും. ഇതിൽ ഒരു പപ്പാനിയും കുറച്ച് കമ്പനിക്കാരും ഉണ്ടാവും. അവർ വന്ന് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കും, നമുക്ക് ചെറിയ മിഠായൊക്കെ തരും. ഇവർ വരുമെന്ന് അറിഞ്ഞപ്പോഴേ കുഞ്ഞൻ പൈസയൊക്കെ വാങ്ങി ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ പപ്പാനിക്ക് വലിയ കൊടവയറൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു നോർമൽ പപ്പാനിയായിരുന്നു. അത്യാവശ്യം കുറച്ചു നേരം കുഞ്ഞൻ്റെ കൂടെ അവരിവിടെ കിടന്ന് ഡാൻസ് കളിച്ചു. ഇതിന് മുന്നത്തെ തവണയൊക്കെ കുഞ്ഞുവിന് പപ്പാനീനെ കാണുമ്പോൾ പേടിയായിരുന്നു. പക്ഷെ ഇത്തവണ പപ്പാനിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞത് കുഞ്ഞു തന്നെയാണ്. അപ്പോൾ ഓക്കെ, ബൈ.